ഏപ്രിൽ മാസത്തിൽ ഇറങ്ങിയ ഒരു സിനിമയാണ് ജയ് ഗണേഷ് എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമയുടെ റിവ്യൂ ആണ് ഇന്ന് പറയുന്നത്. ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നവർ ഉണ്ണി മുകുന്ദൻ, മഹിമ നമ്പ്യാർ, ജോമോൾ. ജോമോളുടെ പടം കുറേ നാളുകൾക്ക് ശേഷമാണ് ആ ജയ് ഗണേഷിലൂടെ ഞാൻ കാണുന്നത്. പിന്നെ ഹരീഷ്, അശോകൻ തുടങ്ങിയവരാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ ജയ് ഗണേഷ് എന്ന് പറഞ്ഞ സിനിമ ഡയറക്റ്റ് ചെയ്തേക്കുന്നത് രഞ്ജി ശങ്കറാണ്. ഉണ്ണി മുകുന്ദൻ്റെ ഈ സിനിമയിലെ അഭിനയം വളരെ നല്ലതായിരുന്നു. കാര്യം ഒരു വെറൈറ്റി ക്യാരക്ടറാണ് ചെയ്തത്. കാര്യം ഒരു അംഗവൈകല്യം ഉള്ള ഒരാളുടെ സ്വഭാവ രീതികൾ, പിന്നെ അയാൾക്ക് ആ സമയത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതിലൂടെ സ്വന്തമായിട്ട് ഒരു കഴിവ് ആർജിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഉണ്ണി മുകുന്ദൻ്റെ ഈ സിനിമയിലെ അഭിനയം മറ്റ് സിനിമകളെ അപേക്ഷിച്ച് ഒരു വെറൈറ്റി ആയിരുന്നു. ജയ് ഗണേഷിലെ കഥയെന്ന് പറയുന്നത് അശോകനും ഉണ്ണി മുകുന്ദനും അവർ രണ്ടൊരു അച്ഛനും മകനുമായിട്ടാണ് അഭിനയിക്കുന്നത്. പിന്നെ ജോമോൾ ഇതിനകത്ത് വക്കീലായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പം ഈ ഉണ്ണി മുകുന്ദന് ഒരു ആക്സിഡൻറ്റ് പറ്റുന്നത് ബൈക്ക് ആക്സിഡൻറ്റിലാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് വീൽ ചെയറിലാകുന്നത്. അപ്പോൾ പുള്ളി ഒരു ഗ്രാഫിക് ഡിസൈനറാണ്. രാത്രി കാലങ്ങളിലൊക്കെ കോമിക്സ് ബുക്കുകളൊക്കെ ഉണ്ടാക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ പോലീസിൻ്റെ ചില ക്രൈം സ്റ്റോറിയിൽ വേണ്ടുന്ന സഹായങ്ങളൊക്കെ ഉണ്ണി മുകുന്ദൻ്റെ ഒരു കഴിവുപയോഗിച്ച് അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ വക്കീലിനെ അത്യാവശ്യം സഹായിക്കുന്നുണ്ട്. പിന്നെ ഉണ്ണി മുകുന്ദന് ഇഷ്ടമുള്ള ഒരു കഥാപാത്രത്തെ ലാസ്റ്റിൻ്റെ ക്ലൈമാക്സോട് കൂടി തട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. പിന്നെ ആ കുട്ടിയെ രക്ഷിക്കുന്നതായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഈ സിനിമയിൽ അവർ കൊടുത്തേക്കുന്നത്. ആദ്യം നമുക്ക് സിനിമ കാണുമ്പോൾ തോന്നും സിനിമ പല വഴിക്ക് പോകുന്നുണ്ടോ, പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഇടയ്ക്ക് കാണിക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. പക്ഷേ സിനിമ അങ്ങോട്ട് കുറച്ച് ഭാഗം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സത്യം പറഞ്ഞാൽ അത് പിടിച്ചിരുത്തും. ആ സിനിമ കാണാനായിട്ട് പിടിച്ചിരുത്തും. ആ ഒരു രീതിയിലാണ് അവർ ലാസ്റ്റ് ഭാഗം ക്രിയേറ്റ് ചെയ്തത്. എൻ്റെ നാട് ട്രിവാൻഡ്രമാണ്. ജോമോള് എൻ്റെ നാട്ടുകാരിയാണ്. അപ്പോൾ പല സിനിമകളിലൂടെയും ജോമോള് നല്ല അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. നേരിട്ട് ഞാൻ ജോമോളെ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്ത് പട്ടത്തൊരു ക്ലിനിക്കിൽ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. നല്ലൊരു അഭിനയമാണ് ജോമോളിൻ്റെ ഈ സിനിമയിൽ, ജയ് ഗണേഷ് എന്ന് പറഞ്ഞ സിനിമയിൽ. സിനിമയുടെ ആദ്യ ഭാഗം കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് കുറവായിരിക്കും. കാര്യം എന്തുവാണ് ഇവർ പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്തുവാണ് ഈ സിനിമയെ കാണിക്കുന്നത് എന്നുള്ള ഒരു പ്രശ്നം നമ്മുടെ മനസ്സിലുണ്ടാവും. പിന്നെ പകുതി കഴിയുമ്പോഴാണ് ആ കഥയുടെ യഥാർത്ഥം ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്നത്. അതോടുകൂടി നമ്മൾ ആ സിനിമ എൻജോയ് ചെയ്യാൻ തുടങ്ങും. സിനിമയുടെ ഫസ്റ്റ് ഭാഗം കഴിഞ്ഞ് രണ്ടാമത്തെ പകുതി നമുക്ക് രണ്ടാമത്തെ ഭാഗം തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ സിനിമ എന്താവും എന്നുള്ള ഒരു ചിന്ത നമുക്ക് മനസ്സിലിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പം ഞാൻ ആ സിനിമ കാണുന്ന സമയത്ത് അങ്ങനെയായിരുന്നു. അയ്യോ, അതിനെ രക്ഷിക്കാൻ എന്താണ് അടുത്ത പരിപാടി അവരിടുന്നത്, അപ്പോൾ അടുത്ത കാര്യങ്ങൾ എന്താണ്, ഇങ്ങനെ ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു ആകാംക്ഷ നമുക്ക് ഉണ്ടാകത്തക്ക തരത്തിലാണ് അവർ ആ സ്റ്റോറി ചെയ്തേക്കുന്നത്. ഓവറോൾ നല്ലൊരു പടമായിരുന്നു. ഇതിന് നമുക്ക് വേണമെങ്കിൽ എൻ്റെ ഒരു റേറ്റിംഗ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10ൽ ഒരു 8 ഇതിൻ്റെ ഒരു റേറ്റിംഗ് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 11 അതായത് 2024 ഏപ്രിൽ 11 ഈ സിനിമ റിലീസായത്. അപ്പോൾ നിങ്ങളെല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കണ്ടു കാണും. കാണാത്തവരുണ്ടെങ്കിൽ വീണ്ടും ഒന്നും കൂടെ OTTയിലൊക്കെ വന്നിട്ടുണ്ട് ഈ സിനിമ, വീണ്ടും ഒന്നും കൂടെ കാണുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് ഇടുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.